ശരി, ജേക്കബ് പോൾ, ഈ അദാലത്ത്, പുതിയ അദാലത്തിൽ പല കാര്യങ്ങളും ചോദിക്കാൻ പാടില്ല എന്നൊരു ഉത്തരവ് കൂടി ഉണ്ടല്ലോ. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ പാടില്ല. ശരി, അതൊരു ആവശ്യമായി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ അംഗീകരിക്കാം. വികസന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രപ്പോസൽ പാടില്ല. വീടില്ലാത്തവരുടെ പരാതികൾ സ്വീകരിക്കില്ല. ജോലിയുമായോ PSC റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് നിയമനം നടത്താത്തതിൻ്റെ വിഷയം ഉന്നയിക്കാനാവില്ല. കർഷകരുടെയോ ദുരിതബാധിതരുടെയോ കടങ്ങൾക്ക് ആശ്വാസമില്ല. പോലീസിന്റെ ഗുണ്ടായസത്തെക്കുറിച്ചോ മയക്കുമരുന്ന് പോലുള്ള സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചോ പരാതി പാടില്ല. ഭൂമിക്ക് പട്ടയം കിട്ടാത്തവർക്ക് പരാതിപ്പെടാൻ അവകാശമില്ല. അർഹതയുണ്ടായിട്ടും ഭൂമി തരം മാറ്റി കിട്ടാത്തതിനെക്കുറിച്ച് പറയരുത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം ലഭിക്കില്ല. ചികിത്സാ സഹായാഭ്യർത്ഥനയുമായി അദാലത്തിലേക്ക് ചെല്ലണ്ട. പിന്നെ എന്തിനാണ് ഈ അദാലത്ത്? എന്തിനാണ് അദാലത്ത് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഓരോ അദാലത്തുകളിലും ജനങ്ങളുടെ ഭാഗമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരാതികൾ. ചില ആളുകൾക്ക് മാത്രമാണ് അദാലത്തിൽ വിശ്വാസമില്ലാതെ ഇരുന്നുവെങ്കിൽ, മഹാഭൂരിപക്ഷത്തിന് അദാലത്തിനെ തള്ളിക്കളയണമെന്നായിരുന്നു കേരളത്തിൽ തോന്നിയിരുന്നെങ്കിൽ, പരാതിപ്പെട്ടാൽ ഇനിയും പരിഹാരം ഉണ്ടാകും എന്നതിന്റെ പ്രത്യേകതയാണല്ലോ. നിങ്ങൾ ലൈഫ് മിഷൻ പദ്ധതിയെ ഒന്നെടുത്തു നോക്ക്. അന്നത്തെ മുൻ മുഖ്യമന്ത്രി, മഹാൻ എന്ന് ഞാൻ വിളിച്ച് കളിയാക്കിയെന്ന് അദ്ദേഹം പറയുന്ന മനുഷ്യൻ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിയമസഭയിൽ പറഞ്ഞ മറുപടി എത്രയാണ്? ഭവനരഹിതർ ആകെ 4 ലക്ഷമേ ഉള്ളൂ. ആങ്കർക്ക് അറിയില്ലേ, ഈ വർഷം നമ്മൾ 5 ലക്ഷം വീട് വെച്ച് പൂർത്തീകരിക്കും. ആ മിഷനുമായി ബന്ധപ്പെട്ട പരാതി പാടില്ല. വീട് ലഭിക്കാത്തവരുടെ പരാതി വേണ്ട. നോക്കൂ, സർക്കാർ ഉത്തരവിൽ പറയുന്നത് ഈ പരാതികളൊന്നും പറയരുതെന്നാണ്. ഈ പറയുന്ന, ഈ ലിസ്റ്റിൽ പറയുന്ന ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ എന്താണ് സാധാരണക്കാരുടെ പരാതി? വീടില്ല, വീട്, ജോലി ഇതൊന്നും ചോദിക്കരുത്. പോലീസിനെ പറ്റി പരാതിപ്പെടരുത്. നവാസ് പറയൂ, വേഗത്തിൽ പറയാമെങ്കിൽ. നവാസ്, 2020 ശേഷം ജയ്ക്ക് മറുപടി പറയുമ്പോൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയണം. 2020 ശേഷം ജയ്ക്ക് ഇന്ന് നമ്മൾ ഇരിക്കുന്ന 2024 ഡിസംബർ മാസം വരെ ഏതെങ്കിലും ഒരു പുതിയ അപേക്ഷ കേരളത്തിൽ ഈ പറയുന്ന ലൈഫ് പദ്ധതിയുടെ പേരിൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഒരപേക്ഷ ഒന്ന് മറുപടി പറയാമോ? ശരി ജയ്ക്ക് പറഞ്ഞോളൂ. ഈ ഉത്തരവിന്റെ ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തോട് കൂടുതലും പ്രതികരണം. തീർച്ചയായിട്ടും. അല്ല, അതിന്റെ ഭാഗികമായ പ്രതികരണം ഞാൻ നടത്തിയതാണ്. അങ്ങേക്ക് ഇനി ആവശ്യമായിരിക്കും എന്ന് എനിക്കറിയാം, ഞാൻ നടത്തുകയും ചെയ്യാം. നിൽക്കട്ടെ. എന്തായാലും UDF പ്രതിനിധി അദ്ദേഹത്തിന്റെ അവസരത്തിൽ അക്കമിട്ട് ഞാൻ മറുപടി പറഞ്ഞു പോകാം. തുടക്കത്തിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഡാറ്റ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ മഹാനായ മുൻ മുഖ്യമന്ത്രിയെ ഞാൻ എന്തോ പറഞ്ഞ് മോശമാക്കി പോലും. മഹാനായ മുൻ മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റ് ഏറ്റവും ഒടുവിലെടുത്ത തീരുമാനത്ത് ഒരു കടുംവെട്ട് ക്യാബിനറ്റ് ആണെന്ന് പറഞ്ഞ ആരാ? ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവല്ലേ? മഹാനെ കടുംവെട്ടുകാരൻ എന്ന് വിളിച്ച പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എന്താ UDF പ്രതിനിധിയുടെ അഭിപ്രായം? അദ്ദേഹം ജീവിച്ചിരിക്കുക അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ റീത്ത് വെച്ചു. എറണാകുളം DCC എന്താ മഹാനായ മുഖ്യമന്ത്രികളെ പ്രതിനിധിയായിട്ട് ചർച്ചയിൽ വന്നിരിക്കുന്ന UDF-കാരന്റെ അഭിപ്രായം? അദ്ദേഹം ജീവിച്ചിരിക്കുക അദ്ദേഹത്തിന് മോർച്ചറി പണിതു എറണാകുളത്തെ കോൺഗ്രസ്സുകാര്. മുഖ്യമന്ത്രി എന്ന് UDF പ്രതിനിധി ഇപ്പോഴും കരുതുന്ന ആളെ കുറിച്ച് അഭിപ്രായം അതൊക്കെ അവിടെ കയ്യിൽ വെച്ചാൽ മതി. അദ്ദേഹത്തെ അല്ല, അങ്ങിങ്ങനെ ഇടപെടലില്ല. ഞാനിത് തുടക്കത്തിലാ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞപ്പോൾ അങ്ങ് ഇടപെട്ടില്ലല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് അക്കമിട്ടല്ല മറുപടി പറയുന്നത്. പിന്നെ ഡാറ്റ വെച്ച് സംസാരിച്ചു അല്ലേ? ഡാറ്റ തന്നെ എടുക്കാന്നേ ഞാൻ പറഞ്ഞല്ലോ. 20 മണിക്കൂർ തളർവാദ രോഗിയെ കൊണ്ട് മുഖ്യമന്ത്രിയെ നോക്കിയിരുത്തിയിട്ട് 5000 രൂപ ലഭിക്കുന്നതാണോ ഡാറ്റ? 808 കോടി. ചോദ്യം നമ്പർ 3020. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആങ്കർ എന്താ ഇടപെടാതെ? ഒന്ന് പറ, ഡേറ്റ പറ. നവകേരള സദസ്സിൽ എത്ര രൂപ ചെലവഴിച്ചു? കണക്ക് പറ. UDF-കാരനാണ് ആങ്കറെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇല്ല, ഇനി അദ്ദേഹം പറയട്ടെ, ജയ്ക്ക് പറയട്ടെ. അല്ല ഞാൻ ആങ്കർ അപ്പം ഞാനേ ചോദ്യം നമ്പർ 3103 ചോദ്യകർത്താവിന്റെ പേര് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം. ചോദ്യകർത്താവിന്റെ പേര് AK ബാലൻ. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്താണ് പറഞ്ഞത്? മഹാനായ മുഖ്യമന്ത്രി 20 മണിക്കൂർ തളർവാദ രോഗിയെ നോക്കിയിട്ടും ക്യാൻസർ രോഗിയുടെ എക്സ്റേ എടുത്ത ആകാശത്തേക്ക് നോക്കിയ ലീഗിന്റെ നേതാവും കൊടുത്തത് എത്രയാണ്? 5 വർഷം 808 കോടി. ഒരു തളർവാദ രോഗിയെയും നോക്കിക്കിടത്താതെ, ഒരാളുടെയും എക്സ്റേ എടുത്ത് ആകാശത്ത് നോക്കി 5000-ന്റെ ചീട്ടെഴുതി കൊടുക്കാതെ അക്ഷയ കേന്ദ്രം വഴി മാത്രം കേരളത്തിലെ സർക്കാർ കൊടുത്ത എത്രയാണ്? 8404 കോടി. ഡാറ്റ മതിയോ UDF നേതാവേ, ലീഗിന്റെ നേതാവേ? ഒന്ന് പറഞ്ഞേ, ഈ ഡാറ്റ മതിയാകുമോ? 5 വർഷം കൊണ്ട് നിങ്ങൾ 808 കോടി, 8 വർഷം കൊണ്ട് ഞങ്ങൾ അതിന്റെ 10 ഇരട്ടി 8404 കോടി. ഈ ഡാറ്റ വെച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ ഏതാ നല്ല കാലമെന്ന്, ഏതാ മോശം കാലമെന്ന്. പിന്നെ പറഞ്ഞ എത്രയാണ്?
ആ ജനസമ്പർക്ക പരിപാടി ഉണ്ടല്ലോ, ക്യാൻസർ രോഗിയും തളർവാദ രോഗിയും 20 മണിക്കൂർ കാത്തുകെട്ടി കടത്തിയ ജനസമ്പർക്ക പരിപാടി, എന്താ ആ ജനസമ്പർക്ക പരിപാടിയുടെ ചെലവെത്രയാ UDF നേതാവിന് അറിയാവോ? അതേ ചോദ്യത്തിന്റെ ഭാഗമായി ചോദിക്കുന്നു, മുഖ്യമന്ത്രിയുടെ പൊതുജന സമ്പർക്ക പരിപാടിയുടെ നടത്തിപ്പിനായി എത്ര രൂപ ചെലവായി? എത്ര രൂപയാണ്? 20,96,33,807. കോഴിക്കോട് കടപ്പുറത്ത് ലീഗിന് യോഗം നടത്താൻ പൈസയില്ല അല്ലെ? യോഗം നടത്തിയപ്പോൾ എവിടുന്നാണ് കണക്ക്? നിയമസഭാ രേഖ ഡേറ്റ് പറയൂ. നിയമസഭാ രേഖ ഞാൻ ആങ്കറുടെ ഒന്നും വേണ്ട, PCR-ന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആങ്കർ നോക്കിക്കോ. ആ നമ്പർ പറയൂ, ഡേറ്റ് പറയൂ, നമ്പർ 24/2/2016. ഡേറ്റ് പറയൂ ജയ്ക്ക്. 24/2/2016. UDF നേതാവ് കേക്ക്. 24/2/2016. ചോദ്യകർത്താവ് AK ബാലൻ, മറുപടി പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രി. നക്ഷത്ര ചിഹ്നം വിടാത്ത ചോദ്യം 3103. കേട്ടില്ലേ? ചോദ്യം നമ്പർ 3103, 21/2/2016. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, ചോദ്യകർത്താവ് AK ബാലൻ. ഇതിന് ചെലവായ ജനസമ്പർക്കത്തിന് ചെലവായ തുക എത്രയാ കാണിക്കുന്നില്ലേ? ആങ്കർ കണ്ടോ? UDF എത്ര ആയെന്ന്? അതെങ്ങനെ 14 ജില്ലയിൽ ലീഗിന് യോഗം നടത്താൻ കോഴിക്കോട് കടപ്പുറത്ത് കാശില്ല പോലും? പറയട്ടെ, പറയുന്നേ, ഞാനത് പറയട്ടെ ജയ്ക്ക്, ഞാൻ പറയട്ടെ, അനുവദിക്കുമോ? പറയൂ. അല്ല, ഡാറ്റ വെച്ചാ അങ്ങോട്ട് പറഞ്ഞേ, ഡാറ്റ വെച്ച്